ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ട്രോഫിയൊക്കെ കണ്ടു. എനിക്ക് തോന്നുന്നു ഇനി ട്രോഫികളുടെ എണ്ണം വീണ്ടും കൂടാൻ പോകാൻ തോന്നുന്നു അല്ലേ. ഇന്ന് മുതൽ അവർ നോട്ടൊക്കെ എഴുതാൻ തുടങ്ങുന്നു, അതിന് ഇപ്പം ട്രോഫി വരും. അപ്പം അങ്ങനെ ട്രോഫികളുടെ എണ്ണം കൂടി വരട്ടെ. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഒരു ഹാബിറ്റ് അവർക്ക് ഇങ്ങനെ ശുശ്രൂഷയിൽ വരുമ്പോൾ ഉണ്ടാകട്ടെ. അത് നല്ല അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ചെയറുകളൊക്കെ കുറച്ച് ഫില്ലായിട്ട് വരുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ വീണ്ടും എല്ലാ ചെയറുകളും ഫില്ലാകുന്നതിന് ദൈവാനുമതി ഇടയാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചത് ഒരു ദൈവ പൈതൽ എങ്ങനെ ജീവിക്കണം അല്ലേ. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഒരു പുതിയ സൃഷ്ടിയായിട്ട് തീർന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട വ്യക്തികൾ എങ്ങനെയാകുന്നു അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് 4 കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിൽ നിന്നും സ്നാനപ്പെട്ടത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അവർ ദൈവകൃപയിൽ വളർന്നു വരുന്നതിനും ഒക്കെ ദൈവം അവരെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്ങനെയാകുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചത്, നമ്മൾ ദൈവവചനത്തിലൂടെ വളരണം, അതുപോലെ പ്രാർത്ഥനാ ജീവിതം, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം, ഒരു വിശുദ്ധ ജീവിതം നയിക്കണം, ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം അല്ലേ. ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രാർത്ഥന, വചനധ്യാനം, പരിശുദ്ധാത്മാ അഭിഷേകം, അതുപോലെ വിശുദ്ധ ജീവിതം നയിക്കുക എന്നൊക്കെയുള്ളത്. എന്നാൽ അപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരല്ലേ. നമ്മളെല്ലാവരും ദൈവത്തിൽ വസിക്കുന്നവരാ, ദൈവത്തിൻ്റെ മക്കളായിട്ട് തീർന്നവരാ അല്ലേ. ഞാൻ വിശുദ്ധരാകുകൊണ്ട് നിങ്ങളും വിശുദ്ധരാകുമെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞു. അപ്പം ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരണമെങ്കിൽ നമ്മളും ദൈവത്തെ പോലെ വിശുദ്ധരായിട്ട് തീരണം. അങ്ങനെ വിശുദ്ധരായിട്ട് തീരുന്നതിന് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ക്രമീകരിച്ച് മുന്നോട്ട് പോയാലേ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് വിശ്വസിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവം എന്നിൽ വസിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ ദൈവം എന്നിൽ വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മൾ അടുത്ത് ഇനി എന്താ ചെയ്യേണ്ടത്, അതുകൂടെ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വാക്യം 1 യോഹന്നാൻ 2:6, 1 John chapter 2 verse 6. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ തന്നെ നടക്കേണ്ടതാകുന്നു. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ തന്നെ നടക്കേണ്ടതാകുന്നു. He that said he abides in him ought himself also so to walk even as he walked. അത് ന്യൂ ഇന്ത്യ വെർഷനിലെ whoever claims to live in him must live as Jesus did. അപ്പോൾ നമ്മളെല്ലാവരും എന്താ വിശ്വസിക്കുന്നത്? നമ്മൾ പറയുന്നത് നമ്മൾ ദൈവത്തിൽ വസിക്കുന്നു അല്ലേ. ഞാൻ ദൈവത്തിൽ വസിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ഒരു റെസ്പോൺസിബിലിറ്റി. എന്തുവാ? നാം ദൈവം നടക്കുന്നത് പോലെ, യേശു ക്രിസ്തു നടക്കുന്നത് പോലെ നമ്മളും നടക്കേണ്ടതാകുന്നു അല്ലേ. അപ്പം വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറച്ച് നാൾ യേശു ക്രിസ്തുവിൽ വസിച്ചു, പിന്നെ കുറച്ച് നാൾ മാറി ലോകത്തിൻ്റെ പുറത്ത് നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ചു, പിന്നെ വീണ്ടും വന്ന് അങ്ങനെ ഒരു ടെമ്പററി ഒരു ലൈഫല്ല അല്ലേ. നമ്മളൊരു വീട്ടിൽ ഒരു ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരു ഹോട്ടലിൽ പോയി റൂം എടുത്തു, പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം അവിടെ താമസിച്ചു, വീട് പോകുന്നു. അതുപോലെയല്ല, നമ്മുടെ ഒരു വീട്ടിൽ വസിക്കുന്നവരും നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ ലൈഫ് ലോങ് നമ്മുടെ വീട്ടിൽ നമ്മൾ വസിക്കുന്നത് പോലെ നാം ദൈവത്തിൽ വസിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ ദൈവത്തിൽ വസിക്കുന്നവരായിട്ട് തീരണം. എന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തിൽ വസിക്കുന്നുവെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ നാം ദൈവത്തിൽ വസിക്കുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പാതയിൽ നമ്മൾ നടക്കണം അല്ലേ. വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ തന്നെ നമ്മൾ നടക്കേണ്ടതാകുന്നു. അപ്പം നമ്മളൊന്ന് ശോധന ചെയ്യണം, യേശു ക്രിസ്തു നടക്കുന്നത് പോലെയാണോ നമ്മൾ നടക്കുന്നത്? ഇന്ന് ഞാൻ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാകുന്നു ക്രിസ്തു നടന്നതുപോലെ നമുക്ക് നടക്കാൻ സാധിക്കുന്നത്? അപ്പോൾ ആദ്യം നമുക്ക് യേശു ക്രിസ്തു നടന്നതുപോലെ നാം നടക്കണമെന്ന് നമുക്ക് ആ ഒരു ചിന്ത വരുന്നത് എപ്പോഴാകുന്നു? യേശു ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്ന ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം അല്ലേ. യേശു ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്നുള്ള ആ ഉത്തമ ബോധ്യമുള്ളവർക്ക് ഒരിക്കലും യേശു ക്രിസ്തുവിൻ്റെ പാത വിട്ട് നടക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ യേശു ക്രിസ്തു നടന്ന പോലെ നടക്കണമെങ്കിൽ
നമുക്ക് ആദ്യം ഒരു ഒരു കോൺഫിഡൻസ് വേണം. ഞാൻ യേശു ക്രിസ്തുവിൽ വസിക്കുന്നു, അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്നിൽ വസിക്കുന്നു, അല്ലേ? ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം 19:5 ഇങ്ങനെ വായിക്കുന്നു. യോഹന്നാൻ 15:5, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഐ ആം ദ വൈൻ ആൻഡ് യു ആർ ദ ബ്രാഞ്ചസ്, അല്ലേ? അപ്പം നമുക്കറിയാം, ഒരു വൈൻ, ഒരു മുന്തിരിവള്ളി, ഒരു മുന്തിരിവള്ളി നമ്മൾ നട്ടു കഴിഞ്ഞാൽ ആ മുന്തിരിവള്ളി വെറുതെ അവിടെ തറയിൽ കിടന്നങ്ങ് വളർന്നു പോയാൽ അതൊന്നും ഫലം തരത്തില്ല. അത് ഫലം തരണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഒരു ബ്രാഞ്ച്, ഒരു സപ്പോർട്ട്, ഒരു ബ്രാഞ്ച് വേണം. ആ ബ്രാഞ്ചിൽ കൂടെ വളർന്ന് മാത്രമേ അത് പടർന്ന് പന്തലിച്ച് നല്ല ഫലം നമുക്ക് നൽകാൻ സാധിക്കത്തുള്ളൂ. കർത്താവ് പറയുന്നു ഞാൻ മുന്തിരിവള്ളിയാകുന്നു. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ വൈൻ. നമ്മളാരാ? അതിൻ്റെ കൊമ്പുകൾ. അതിന് വളരാനായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കണം. നമ്മൾ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ മാത്രമേ ഈ മുന്തിരിവള്ളിക്ക് വളർന്ന് ഫലം തരാൻ സാധിക്കത്തുള്ളൂ. ഫലം ആർക്കാ കിട്ടുന്നത്? നമുക്കാ കിട്ടുന്നത്, അല്ലേ? ആ മുന്തിരിവള്ളി ഫലവും കൊണ്ടുപോകുന്നില്ല, അല്ലേ? ഒരു മുന്തിരിവള്ളി വളരുന്നതിന് വേണ്ടി നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കുമ്പോൾ ആ കർത്താവ് നമ്മിൽ വളരുകയും നമുക്കിഷ്ടം പോലെ ഫലം ലഭിക്കുകയും ചെയ്യും. ആ ഫലം നമുക്ക് അനുഭവിക്കാനും സാധിക്കും ഫുള്ളായിട്ട്, അല്ലേ? ദൈവം സൗജന്യമായിട്ട് നമുക്ക് ആ മുന്തിരിവള്ളിയുടെ ഫലം തരുന്നത് പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് തരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പം ദൈവത്തിൽ നമ്മിൽ വസിക്കണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? നമ്മളെ ദൈവത്തിന് വിട്ടുകൊടുക്കണം. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിന് പറയുന്നത് പോലെ നമ്മൾ ജീവിക്കണം. അങ്ങനെ ദൈവത്തിന് ക്രിസ്തുവിൽ വസിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം, നമ്മൾ നേരത്തെ പറഞ്ഞത്, ഒരു പ്രാർത്ഥനയിൽ നിലനിൽക്കും. അതുപോലെ ദൈവവചനപ്രകാരം നമ്മൾ ജീവിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിന് കീഴടങ്ങി ജീവിക്കണം. പാപത്തിൽ നിന്നും അകന്ന് ജീവിക്കണം. അപ്പം ദൈവം നമ്മിൽ വസിക്കണമെങ്കിൽ 4 കാര്യങ്ങൾ ഞാൻ പറയും. ഒന്ന്, പ്രാർത്ഥന. നമ്മൾ നേരത്തെ നമ്മൾ ചിന്തിച്ചു തന്നെ, പ്രാർത്ഥനാ ജീവിതം, വചനത്തിൽ അനുസരിച്ച് ജീവിക്കുക. അതുപോലെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. അതുപോലെ പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കണം. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മിൽ വസിക്കാൻ സാധിക്കും. അപ്പോൾ ആ ദൈവം നമ്മിൽ വസിക്കുന്നു എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരിക്കലും ദൈവത്തിൻ്റെ പാത വിട്ട് മാറിപ്പോകാൻ സാധിക്കത്തില്ല. ദൈവം യേശുക്രിസ്തു നടന്നതുപോലെ നമുക്ക് നടക്കാൻ സാധിക്കും, അല്ലേ? യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ യേശുക്രിസ്തു എങ്ങനെയാണ് ജീവിതത്തിൽ ഈ ലോകത്ത് ജീവിച്ചതെന്ന് 2-3 ക്വാളിറ്റീസ് മാത്രം നിങ്ങളോട് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാകുന്നു. അപ്പം എങ്ങനെയാണ് യേശുക്രിസ്തു നടന്നത്? ഒന്നാമത്, യേശുക്രിസ്തുവിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ഒരു സ്വഭാവമാണ് താഴ്മ, ഓർ ഹ്യൂമിലിറ്റി, ഓർ ഹംബിൾനെസ്, അല്ലേ? ഹംബിളായിരുന്നു, അല്ലേ? യേശുക്രിസ്തുവിൻ്റെ ആ ഹ്യൂമിലിറ്റി, താഴ്മ. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ദൈവമായിരുന്നു, അല്ലേ? ദൈവപുത്രനായ ക്രിസ്തു ആ ദൈവത്തോട്, അവിടെ ഒരു വാക്യമുണ്ടല്ലോ, ഫിലിപ്പിയർ 2:5-8 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയൻസ് chapter 2 verse 5-8. If you read there, you can see that where Jesus Christ was, അല്ലേ? ദൈവത്തോട് കൂടിയിരുന്ന യേശു ക്രിസ്തു ആ തൻ്റെ ദൈവത്തോട് കൂടിയിരിക്കണമെന്നുള്ളത്, സമത്വം മുറുകെ പിടിക്കണമെന്ന് ആഗ്രഹിക്കാതെ എന്തോ ചെയ്തു? ദാസരൂപമെടുത്ത്, വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ഭൂമിയിൽ വന്നു. എന്തിനു വേണ്ടിയാ? നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി ഈ ലോകത്തിൽ ഇറങ്ങി വന്ന് നമ്മെ ഈ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതിന് വേണ്ടി യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് താഴ്ന്ന് ഇറങ്ങി വന്നു, അല്ലേ? അതെന്തുകൊണ്ടാണ്? യേശു ക്രിസ്തുവിൻ്റെ ആ താഴ്മയാണ് നമ്മളെ അവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ യേശു ക്രിസ്തുവിൻ്റെ താഴ്മ, ഹ്യൂമിലിറ്റി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സ്വഭാവമായിരിക്കണം. ആ ഹ്യൂമിലിറ്റി വരണമെങ്കിൽ എന്താ? വി മസ്റ്റ് ലീവ് അവർ പ്രൗഡ്, അല്ലേ? നമ്മുടെ അഹങ്കാരവും ആ പ്രൗഡും നികളവും ഒക്കെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ജീവിതത്തിൽ താഴ്മ ഉണ്ടാകത്തില്ല, അല്ലേ? അപ്പം താഴ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ആ അഹങ്കാരം, നമുക്കെപ്പോഴും ഞാൻ മറ്റൊരേക്കാളിലും ഉയർന്നതാണെന്നുള്ള ആ ചിന്ത നമ്മളിൽ നിന്നും മാറുമ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠനെന്ന് നമ്മൾ എണ്ണണം, അല്ലേ? മറ്റുള്ളവർ നമ്മളെക്കാൾ വലുതാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാകുന്നു നമ്മുടെ മനസ്സിൽ ആ താഴ്മ ഉണ്ടാകുന്നത്, അല്ലേ?
അതുപോലെ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കണം, അല്ലേ? അതുപോലെ തന്നെ ആ സേവന മനോഭാവം, അല്ലേ? നമ്മൾ കർത്താവ് തന്നെ നമുക്കറിയാമല്ലോ, പെസഹയുടെ സമയത്ത് എന്തു ചെയ്തു? താൻ കർത്താവ് ഗുരുവായിരുന്നിട്ടും അല്ലെങ്കിൽ അവരുടെ എല്ലാം നേതാവായിരുന്നിട്ടും അവരുടെ കാല് കഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിന്, സർവീസ് ചെയ്യുന്നതിനുള്ള ആ മനോഭാവം. അപ്പോൾ ഈ താഴ്മ നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ ഒന്നാമത് നമ്മളിലുള്ള പ്രൗഡ്, അഹങ്കാരം മാറണം. നമ്മളൊരു താഴ്ന്ന ഇതിലോട്ട് വരണം. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിന് നമുക്ക് കഴിയണം. അതുപോലെ ഒരു സേവന മനോഭാവം നമ്മളുണ്ടായിരിക്കണം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ ഒരു സ്വഭാവം എന്താണ്? താഴ്മ, ആർ ഹ്യൂമിലിറ്റി. രണ്ടാമത് യേശുക്രിസ്തു നമ്മൾ കാണുന്നത് എന്താണ്? സ്നേഹം, ഓർ ലവ്, അല്ലേ? യേശുക്രിസ്തു സ്നേഹിച്ചതുപോലെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുമോ? നമ്മളെല്ലാവരും സ്നേഹിക്കും. ആരെയാ? നമ്മൾ പാരൻസ് കുഞ്ഞുങ്ങളെ സ്നേഹിക്കും, കുഞ്ഞുങ്ങളെ പാരൻസിനെ സ്നേഹിക്കും, നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ സ്നേഹിക്കും, അല്ലേ? നമുക്കിഷ്ടമുള്ളവരെ നമ്മൾ സ്നേഹിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നവരെ നമ്മൾ സ്നേഹിക്കും. അങ്ങനെ. എന്നാൽ നമ്മൾക്ക് വിരോധമായിട്ട് നിൽക്കുന്നവരെ, നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നവർക്ക്, നമ്മൾക്ക് എതിരായിട്ട് എന്തെങ്കിലും പറയുന്നവരെയൊക്കെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? ഈ ലോകത്തിൽ ഒരു പക്ഷേ സാധാരണ നമുക്ക് സാധിക്കത്തില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അങ്ങനെയല്ല. യേശുക്രിസ്തു ആരെയാ സ്നേഹിച്ചത്? തന്നെ സ്നേഹിച്ചവരെയാണോ സ്നേഹിച്ചത്? അല്ല. പിന്നെ യേശുക്രിസ്തു സ്നേഹിച്ചത് തന്നെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിച്ചു, ശത്രുക്കളെ സ്നേഹിച്ചു, അല്ലേ? ആ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്ത് ആ ക്രൂശിക്കുന്ന ആ പടയാളികളും ആ ജനങ്ങൾക്ക് വേണ്ടി കർത്താവ് അവിടെ പ്രാർത്ഥിച്ചത് കണ്ടോ? ഇവർ ചെയ്യുന്നത് ഇന്നെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? യേശുക്രിസ്തു നമ്മളോടുള്ള സ്നേഹം, അല്ലെങ്കിൽ പാപികളായ നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ഫലമായിട്ടാകുന്നു യേശുക്രിസ്തു മനുഷ്യനായിട്ട് ലോകത്തിൽ വന്ന് നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന് നമ്മളെ യേശുക്രിസ്തുവിൻ്റെ ലേക്ക്, അല്ലെങ്കിൽ നമുക്ക് ആ രക്ഷയുടെ അനുഭവത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തു ലോകത്തിൽ കടന്നു വന്നു. ആ യേശുക്രിസ്തുവിൻ്റെ വലിയ സ്നേഹമാകുന്നു നമ്മളവിടെ കാണും. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ കാണുന്ന പോലെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ഫലമായിട്ടാണ് യേശുക്രിസ്തു ലോകത്തിൽ വന്നത്. എന്തിനാണ്? പാപികളായ, നീതിമാന്മാരെ അല്ല, പാപികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് വന്നത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹം, നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നമ്മളെ സ്നേഹിക്കുക, ശത്രുക്കളെ സ്നേഹിക്കുന്നതിനും പാപികളോട് കരുണ കാണിക്കുന്നതിനും തന്നെ ക്രൂശിക്കുന്നവർക്ക് പോലും ക്ഷമിച്ച് കൊടുക്കുന്നതിനും ഉള്ള ആ ഒരു വലിയ സ്വഭാവം നാം കാണുന്നത് ആ യേശുക്രിസ്തുവിൻ്റെ ആ വലിയ സ്നേഹത്തിൽ കൂടെയാകുന്നു. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ, നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരോട് ക്ഷമിക്കാനും അവർക്ക് വേണ്ടി അവരെ സ്നേഹിക്കുന്നതിനും നമുക്ക് സാധിക്കുമ്പോഴാകുന്നു യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ സ്നേഹം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ യേശുക്രിസ്തു നടന്നതുപോലെ നാം നടക്കണമെന്ന് പറയുമ്പോൾ, രണ്ടാമത് യേശുക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. ആരെയാ സ്നേഹിക്കേണ്ടത്? ശത്രുക്കളെ സ്നേഹിക്കണം. നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കണം. അപ്പോൾ അത് മൂന്നാമത്തെ ഒരു സ്വഭാവമാകുന്നു ദ ഹോളിനെസ്, അല്ലെങ്കിൽ വിശുദ്ധി. ഒരു വിശുദ്ധ ജീവിതം ആയിരുന്നു അല്ലേ യേശുക്രിസ്തു നയിച്ചത്. താൻ 33.5 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ചെങ്കിലും ഒരു പാപവും തൻ്റെ ജീവിതത്തിൽ ചെയ്യാനിടയായില്ല, അല്ലേ? യേശുക്രിസ്തുവിനെ ക്രൂശിക്കാനായിട്ട് ഉത്തരവിട്ട പീലാത്തോസ് പോലും പറയുന്നത് എന്തുവാണ്? ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ആ ക്രൂശിക്കാനായിട്ട് പീലാത്തോസ് ഉത്തരവിടുന്നത്. പക്ഷേ ആ ജഡ്ജി തന്നെ പറയുകയാണ് ഹീസ് റൈറ്റിയസ്, അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചു റൈറ്റിയസ്നെസ്, അല്ലേ? റൈറ്റിയസ്നെസ് നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ആ വിശുദ്ധിയോടുകൂടി ജീവിക്കുമ്പോൾ മാത്രമാകുന്നു നമ്മളും യേശുക്രിസ്തുവിനെ പോലെ ജീവിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. 1 പത്രോസ് 1:15-16 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ, നിങ്ങളെ വിളിച്ച വിശുദ്ധൻ ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ, അല്ലേ? മാതൃകമായ ഒരു അനുസരണ മക്കളായ എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. ഞാൻ 16-ാം വാക്യം, ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിപ്പിനെന്ന് എഴുതിയിരിക്കുന്നു, അല്ലേ? അപ്പം യേശുക്രിസ്തു വിശുദ്ധനായതുകൊണ്ട് യേശുക്രിസ്തുവിനെ പോലെ നടക്കുന്നവരും വിശുദ്ധരായിട്ട് ജീവിക്കണം, വിശുദ്ധിയോടുകൂടെ ജീവിക്കണം. എന്നാൽ മാത്രമേ നമുക്കും ആ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ
പ്രാവർത്തികമാക്കാൻ സാധിക്കത്തുള്ളൂ. എങ്ങനെയാകുന്നു വിശുദ്ധിയോടെ ജീവിക്കണം? എന്ത് ചെയ്യണം? നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പല വിധത്തിലുള്ള ലോകത്തിൻ്റെ മോഹങ്ങളും അല്ലെങ്കിൽ സാത്താൻ പല വിധത്തിൽ നമ്മെ പാപത്തിലേക്ക് നയിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ പാപത്തിൽ നിന്നൊക്കെ നമ്മൾ മോചനം പ്രാപിക്കണം, അല്ലേ? ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അസത്യവും അശുദ്ധിയും അഴിമതിയും സ്വാർത്ഥതയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സാത്താൻ കൊണ്ടുവരും. പക്ഷെ അതെല്ലാം വിട്ട് പാപത്തിൽ നിന്ന് യേശു പാപമില്ലാത്തവനായി ജീവിച്ചതുപോലെ നമ്മളും ജീവിക്കുമ്പോൾ മാത്രമാകുന്നു പാപത്തെ വിട്ട് നമ്മളൊരു വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് നമുക്ക് സാധിക്കത്തുള്ളൂ. നാലാമത് ഒരു സ്വഭാവം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ യേശു ക്രിസ്തുവിൽ കണ്ട മറ്റൊരു സ്വഭാവമാണ് ഒബീഡിയൻസ്, അല്ലെങ്കിൽ അനുസരണം, അല്ലേ? യേശു ക്രിസ്തു മരണത്തോളം തൻ്റെ പിതാവിനെ അനുസരിക്കുന്നതായിട്ട് കാണാം. ഫിലിപ്പിയൻസ് 2:8 നമ്മളവിടെ വായിക്കുന്നു. ദൈവം ഫിലിപ്പിയൻസ് 2:8 വായിക്കാമോ? മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിട്ട് തീർന്നു. തൻ്റെ പിതാവ് ദൈവം തന്നിൽ വെച്ചിരിക്കുന്ന ദൗത്യം ഒരു ക്വസ്റ്റ്യനും ചെയ്യാതെ, അല്ലേ, മനുഷ്യനായിട്ട് തീർന്ന് താൻ മനുഷ്യനായി ലോകത്തിൽ വിളങ്ങി ആ ക്രൂശിലെ മരണത്തോളം തനിക്ക് ഏൽപ്പിച്ച ദൗത്യം താൻ ഒരു എതിർപ്പും കൂടാതെ, അല്ലെങ്കിൽ ഒരു പ്രയാസം, ഇടയ്ക്കൊരിക്കൽ പ്രാർത്ഥിക്കുന്നുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമെന്ന് താൻ ഒരിക്കൽ ചിന്തിച്ചുവെങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് അനുസരണത്തോടെ ആ ക്രൂശിലെ മരണത്തോളം താൻ അത് ഏറ്റെടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലും ആ യേശു ക്രിസ്തു കാണിച്ച ആ ഒബീഡിയൻസ്, നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കുക, അത് ഏറ്റവും കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അല്ലേ? നമ്മൾ ലോകത്തിൽ കാണപ്പെട്ട ദൈവമെന്ന് പറയുന്ന ആരാ? ദ വിസിബിൾ ഗോഡ്, അവർ പാരൻസ്, അല്ലേ? ആ പാരൻസിനെ അനുസരിക്കുക എന്നുള്ളത് ദൈവത്തെ അനുസരിക്കുന്നതിന് തുല്യമാകുന്നു. യേശു ക്രിസ്തു തൻ്റെ പിതാവായ ദൈവത്തെ അനുസരിച്ചതുപോലെ എന്ത് ചെയ്യണം? നാമും നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കണം, അല്ലേ? മാതാപിതാക്കളും അതുപോലെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും അവർക്ക് മാതൃകയായിട്ട് നമ്മൾ തീരേണ്ടത് ആവശ്യമാകുന്നു, അല്ലേ? അപ്പോൾ അവർ നല്ല മാതൃകകൾ മാതാപിതാക്കളിൽ നിന്നും അത് കണ്ട് പഠിച്ച് മനസ്സിലാക്കി അവർ ജീവിതത്തിൽ അനുസരണം ഉള്ളവരായിട്ട് തരും. 4 കാര്യങ്ങളാകുന്നു ഞാൻ പറഞ്ഞത്. എന്തൊക്കെയാകുന്നു? 1, താഴ്മ, ഹ്യൂമിലിറ്റി, സ്നേഹം, ലവ്, ഹോളിനെസ് ആൻഡ് ഒബീഡിയൻസ്. ഈ 4 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, ഞാനും യേശു ക്രിസ്തുവിനെ പോലെ നടക്കുന്നു എന്ന് പറയാൻ സാധിക്കും. വെറുതെ അത് പറഞ്ഞാൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം? അത് ജീവിതത്തിൽ പ്രാവർത്തികം. എന്നാൽ പറയാനൊക്കെ എളുപ്പമാണ്. ഓക്കെ, ഞാൻ എല്ലാവരെയും സ്നേഹിക്കും, അല്ലെങ്കിൽ ഞാൻ വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് അനുസരണം, മാതാപിതാക്കളെയൊക്കെ അനുസരിക്കുന്നു, അതുപോലെ തന്നെ ജീവിതത്തിൽ താഴ്മയുണ്ടെന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരണം, അല്ലേ? വെറും വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, ഇറ്റ് ഷുഡ് ബി പ്രാക്ടിക്കൽ. അത് നിങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അത് സാക്ഷ്യമായിട്ട് തീരും, അല്ലേ? നമ്മളെ ഒരു യേശു ക്രിസ്തുവിനെ നടന്നതുപോലെ നടക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ മറ്റുള്ളവർക്കറിയാം ഇവന് യേശു ക്രിസ്തുവിൻ്റെ ഇവനൊരു ക്രിസ്ത്യാനിയാകുന്നു, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാകുന്നു, അല്ലെങ്കിൽ ഇന്ന ആ ആളിനെ കണ്ടാൽ അറിയാൻ സാധിക്കും. അവരുടെ പ്രവൃത്തി മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമായിട്ട് തീരും. ആ സാക്ഷ്യം കണ്ടാണ് അനേകരെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കുന്നതിനെ കൊണ്ടുവരുന്നതിനെ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ പോലെ നമുക്ക് നടക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതം നല്ലൊരു സാക്ഷ്യമായിട്ട് തീരും. അനേകരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുന്നതിന് സാധിക്കും. ആ സ്നേഹത്തിലൂടെയും ക്ഷമയിലൂടെയും നിരന്തരമായ പ്രാർത്ഥനയിൽ കൂടെയും ദൈവവചനത്തിൽ കൂടെയും ഒക്കെ നമ്മളുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കുന്നതിന് സാധിക്കും. നമ്മൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ വളരെയധികം മറ്റ് ലോകത്തിൻ്റെ എല്ലാ സാമൂഹിക പ്രശ്നങ്ങളാൽ പെട്ടെന്ന് അവർ തെറ്റിപ്പോകാൻ ഇടയുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ചും ഈ സൊസൈറ്റിയിൽ കാണുന്ന എല്ലാ ഇന്നത്തെ സൊസൈറ്റിയിൽ കാണുന്ന എല്ലാ ഈ ഡ്രഗ്സ്,
അതുപോലെ തന്നെ ഇന്ന് പ്രത്യേകിച്ച് ഞങ്ങൾ കാണുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് രാവിലെ എണീച്ച് വരുമ്പോൾ തന്നെ ആദ്യം അവരെന്തുവാ, അവർ അന്വേഷിച്ച് വരുന്ന മൊബൈലും അല്ലെങ്കിൽ ടി വിയിലുമൊക്കെയാണ് എല്ലാവരുടെയും ശ്രദ്ധ, അല്ലേ? നേരം വെളുത്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ മാത്രമല്ല, വലിയവരും എല്ലാവരും തന്നെ, അല്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മളെ പലപ്പോഴും നമ്മെ ഈ ദൈവ പാതയിൽ കൂടെ നടക്കുന്നതിനും തെറ്റിക്കുന്നതിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കണമെങ്കിൽ നമ്മൾ വളരെ കെയർഫുള്ളോടുകൂടി നമ്മുടെ ജീവിതത്തെ അനുദിനം ക്രമീകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റുള്ള തെറ്റായ സൗഹൃദങ്ങൾ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കുള്ള തെറ്റായ കൂട്ടുകെട്ടുകൾ, അല്ലേ? നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. തെറ്റായ ഫ്രണ്ട്സൊന്നും ഒരിക്കലും നമ്മളുടെ കൂട്ടുകെട്ടിൽ വരാൻ പാടില്ല, അല്ലേ? അതുപോലെ ഡ്രഗ്സും ഇതൊക്കെ ഇന്ന് കുഞ്ഞുങ്ങളെ തെറ്റിപ്പിക്കുന്ന വളരെയധികം പ്രശ്നങ്ങളാകുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിന്ന് വളരെ കെയർഫുള്ളായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും, ദൈവം എന്നിൽ വസിക്കുന്നു, അല്ലേ? അങ്ങനെയെങ്കിൽ ധൈര്യത്തോടെ നമുക്ക് പറയാൻ സാധിക്കും, ദൈവം എന്നിൽ വസിക്കുന്നു, അതുകൊണ്ട് ഞാനും അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടാകുന്നു. അതുകൊണ്ട് നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. ഒരു പാട്ടിൻ്റെ 2 വരികൾ കൂടെ പാടി ഞാൻ അവസാനിപ്പിക്കാം. യേശുവെ പോലെ ആകുവാൻ എന്നുള്ള പാട്ടിൻ്റെ 2 വരികൾ. യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കുന്നേ എന്നെ ശുദ്ധാത്മാ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. നമ്മുടെ വാക്യത്തിൽ കേട്ടതുപോലെ whoever claims to live in him must live as Jesus did. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് എത്ര പേർക്ക് who can claim that Jesus live in me, ജീസസ് എന്നിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് കൈപൊക്കാം. ആർക്കൊക്കെ പറയാം യേശു ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു? who have the confidence that Jesus lives in me. ഓക്കെ, അങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ I will live as or walk as Jesus, അല്ലേ? must live as Jesus did. ഓക്കെ, താങ്ക് യു. ദൈവം നിങ്ങളേവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിത